ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ ഇന്നത്തെ പോലെ തന്നെ രാവിലെ 6 മണിയായിട്ടുണ്ട്. അമ്മ എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാനുണ്ട്. ഞാൻ ഡെയിലി കഴിക്കുന്നതാണ് തൈറോയിഡിൻ്റെ ഗുളിക. അതൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അമ്മ അതൊക്കെ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പം അമ്മ ചായയൊക്കെ കൊണ്ടുവന്ന് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൈറോയിഡ് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കണം. ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് വയറിന് പ്രശ്നമാണ്. ഗുളിക ചെറുതായാലും വയറിൻ്റെ വിഷമം ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ചായ കുടിക്കും. ചായയൊക്കെ കുടിച്ച് മോനെ എണീറ്റിട്ടില്ല. 9 മണിയായി. അപ്പം അമ്മ മോനെ കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അച്ഛനൊക്കെ റെഡിയായിട്ട് വന്നു. അപ്പം അങ്ങനെ അമ്മ അവനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും ദോശയും ആയിരുന്നു. ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമല്ല. പൊതുവെ ഞാൻ ഉപ്പുമാവ് കഴിക്കാറില്ല. ദോശയാണ് കഴിച്ചത്. ദോശയും സാമ്പാറും കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോൻ അപ്പോഴത്തേക്ക് എണീറ്റ് വന്നു. പിന്നെ മോന് പാലൊക്കെ കൊടുത്തു. അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ദോശയും സാമ്പാറുമാണ് അവനും കൊടുത്തത്. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്കൊക്കെ കളിക്കാൻ പോയി. മുറ്റത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മിക്കുവിനെ കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ കളിയായിരിക്കും, അല്ലെങ്കിൽ മണ്ണിൽ കളിയായിരിക്കും. ഇങ്ങനെ ഒരു ചെക്കനെ വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പം അങ്ങനെ മണ്ണിലും വെള്ളത്തിലും ഒക്കെ കളിച്ച് ആശാൻ വിഷമിച്ച് അകത്തേക്ക് കയറ്റി ഞാൻ. അപ്പോഴേക്കും ഉച്ചയായി. പിന്നെ അമ്മ അവനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു. ചോറിന് തോരനും ചീരാമീലും. ഇന്നത്തെ ചീരാമീലായിരുന്നു. അപ്പോൾ അതും പുളിശ്ശേരിയായിരുന്നു മോര് കാച്ചിയത്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് 2 മണിയാകുമ്പം മോനെ ഉറക്കം വന്നു. പിന്നെ ഞാനും മോനും കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. 4 മണിയായി മോൻ എണീറ്റപ്പം. പിന്നെ ചായ കുടിച്ചു. ചായക്കിൻ്റെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഗ്രോ ബാഗിൽ കോഴിവളം അച്ഛൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിറച്ചിട്ടു. അപ്പം ഞങ്ങൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വില്ലേജ് ആഗ്രോയിൽ നിന്ന് കുറച്ച് ചീരത്തൈയും കാന്താരി മുളകിൻ്റെ തൈയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞ് കിട്ടും. അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രോ ബെഡൊക്കെ നിറച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിറച്ചൊക്കെ വെച്ചു. കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ കളിച്ചു. മിക്കുവിന് ഇതാണ്, വെള്ളം കണ്ടു കഴിഞ്ഞാൽ മിക്കുവിന് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം മിക്കുവിന് കുറച്ച് നേരം വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് കളിച്ചു. പിന്നെ കിളിക്കൊക്കെ കുറച്ച് തീറ്റയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. തീറ്റയൊക്കെ കൊടുത്തു. അപ്പം സന്ധ്യയായി. പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് കയറി. വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അമ്മ പതിപോലെ സീരിയലിലേക്ക് പോയി. അമ്മയ്ക്ക് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ആകെ കൂടെ കാണുന്ന ഒരു പരിപാടി അതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടെ രാത്രിയിൽ മുറ്റത്ത് പോയി കളിച്ചു. ഈ ഇൻ്റർലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ മിക്കുവിന് കണ്ണിൽ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കളിച്ച് അവനെങ്കിൽ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ അത്താഴം കഴിച്ചു. അത്താഴത്തിന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായിരുന്നു. മിക്കുവിന് അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊക്കെ ചോറുണ്ട്. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അവൻ കിടന്നുറങ്ങി, ഞാനും ഉറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വ്ളോഗിൽ കാണാം. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ച് വച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തിടാം. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലൗസും ചുരിദാർ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതാണ്. അപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് തരുന്നുണ്ട്.
അപ്പോൾ അത് എങ്ങനെയാണ് തയ്ച്ചതെന്നൊക്കെയുള്ളൊരു വീഡിയോ നാളെ ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയ 2 സാരി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്ലൗസാണ് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ ഒരു വ്ളോഗിലൂടെ വീണ്ടും കാണാം. ഇത്രയുള്ള ഇന്നത്തെ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഭയങ്കര സ്ലോയാണ് സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരെ